എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ലോകത്തിലെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ ഒന്നായ ജെറുസലേമിലെ സിറ്റി ഓഫ് ഡേവിഡിലേക്കാണ്. ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത് ജെറുസലേമിന്റെ പ്രശസ്തമായ ജാഫ ഗേറ്റിന് പുറത്തു നിന്നാണ്. അവിടെ എത്തിയപ്പോൾ ആദ്യം തന്നെ ഒരു രസകരമായ കാഴ്ച കാണാൻ കഴിഞ്ഞു. ഏതോ സിനിമയുടെയോ ടെലിവിഷൻ പരിപാടിയുടെയോ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. കുറച്ചു നേരം അത് നോക്കി നിന്നു. അത്തരമൊരു കാഴ്ച നേരിൽ കാണാൻ കഴിഞ്ഞത് സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. അതിനുശേഷം കവാടം കടന്നു. അവിടെ ഒരു സ്ത്രീ ഇരുന്ന് വയലിൻ വായിക്കുന്നുണ്ടായിരുന്നു. അത് ഒന്ന് നോക്കിയതിന് ശേഷം ജാഫ ഗേറ്റ് കടന്ന് പഴയ നഗരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. അകത്തേക്ക് കടന്നപ്പോൾ പഴയ ജെറുസലേമിന്റെ മാർക്കറ്റ് ഞങ്ങളെ വരവേറ്റു. ഇരുവശങ്ങളിലും ചെറിയ കടകള്, കൈവേല ഉൽപ്പന്നങ്ങള്, സ്മരണികകള്, സുഗന്ധവ്യഞ്ജനങ്ങള്, വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ ആളുകൾ. ഓരോ കാഴ്ചയും വളരെ വ്യത്യസ്തമായിരുന്നു. ആ വഴിയിലൂടെ നടക്കുമ്പോൾ നാം ഇന്നത്തെ നഗരത്തിലല്ല, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചരിത്ര നഗരത്തിലൂടെയാണ് നടക്കുന്നതെന്ന തോന്നലായിരുന്നു. അങ്ങനെ കുറച്ചു ദൂരം നടന്നാണ് ഞങ്ങൾ സിറ്റി ഓഫ് ഡേവിഡ് നാഷണൽ പാർക്കിലെത്തിയത്. ഈ സ്ഥലം സാധാരണ ഒരു പാർക്കല്ല. ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് രാജാവ് കീഴടക്കി തന്റെ തലസ്ഥാനമാക്കിയ പുരാതന ജെറുസലേമിന്റെ ഭാഗമാണിത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് സിറ്റി ഓഫ് ഡേവിഡ് എന്ന പേര് ലഭിച്ചത്. ബൈബിൾ ചരിത്രത്തിലും പുരാവസ്തു ഗവേഷണങ്ങളിലും വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണിത്. പാർക്കിനുള്ളിൽ പ്രവേശിച്ചതിന് ശേഷവും വീണ്ടും കുറച്ചു ദൂരം നടക്കേണ്ടി വന്നു. ചുറ്റും പഴയ കൽഭിത്തികൾ, പുരാവസ്തു ഖനനങ്ങൾ നടന്ന സ്ഥലങ്ങൾ, ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രം പറയുന്ന അവശിഷ്ടങ്ങൾ. ഓരോ ഭാഗവും കൗതുകമുണർത്തുന്നതായിരുന്നു. അതിനുശേഷമാണ് ഞങ്ങളുടെ യാത്ര കൂടുതൽ സാഹസികമായത്. ഞങ്ങൾ ഒരുപാട് കൽപ്പടികൾ ഇറങ്ങി താഴേക്ക് പോകാൻ തുടങ്ങി. വീണ്ടും ഇറങ്ങി, ഭൂമിക്കടിയിലേക്ക് പോകുന്നത് പോലെ തോന്നി. ആ പടികൾ ഇറങ്ങുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ചരിത്രത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണെന്ന ഒരു പ്രത്യേക അനുഭവമായിരുന്നു. അങ്ങനെ താഴെ എത്തിയപ്പോൾ പാറയിൽ വെട്ടിയുണ്ടാക്കിയ പുരാതന ജലപാതയുടെ പ്രവേശന ഭാഗത്താണ് ഞങ്ങൾ എത്തിയത്. അതിനു മുമ്പായിട്ട് തന്നെ നമുക്ക് ഒരു കാഴ്ച കാണാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, ദാവീദ് രാജാവിനെ കുറിച്ച്, ജെറുസലേമിന്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഉള്ള ഒരു 3D അവതരണം ഇതിന്റെ ഉള്ളിൽ നടത്തുന്നുണ്ട് കേട്ടോ. എല്ലാ കാഴ്ചകളും നമുക്ക് ഈ പോകുന്നതിന് മുമ്പായിട്ട് അതിന്റെ ഉള്ളിൽ എന്തെല്ലാം സംഭവങ്ങളുണ്ട് അതെല്ലാം 3D അവതരണമായിട്ട് അവർ അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഞങ്ങൾ ഈ പ്രവേശന കവാടത്തിലെത്തി നിന്നത്. ഈ തുരങ്കം ഹെസക്കിയാവിന്റെ തുരങ്കം എന്നാണ് അറിയപ്പെടുന്നത്. ഏകദേശം 533 മീറ്റർ നീളമുള്ള ഈ തുരങ്കം ഏകദേശം 2700 വർഷങ്ങൾക്ക് മുമ്പ് യഹൂദ രാജാവായ ഹെസക്കിയാവ് നിർമ്മിച്ചതാണെന്നാണ് ചരിത്രം പറയുന്നത്. അക്കാലത്ത് അസീറിയൻ സൈന്യം ജെറുസലേം ആക്രമിക്കാൻ ഒരുങ്ങുകയായിരുന്നു. നഗരത്തിന് പുറത്തുണ്ടായിരുന്ന പ്രധാന ജലസ്രോതസ് ശത്രുക്കളുടെ കൈവശമാകാതിരിക്കാനും നഗരത്തിനുള്ളിലെ ജനങ്ങൾക്ക് സുരക്ഷിതമായി വെള്ളം എത്തിക്കാനുമായി മലയുടെ ഉള്ളിലൂടെ ഈ തുരങ്കം നിർമ്മിക്കുകയായിരുന്നു. ഇന്നത്തെ ആധുനിക യന്ത്രങ്ങളൊന്നുമില്ലാത്ത കാലത്ത് വെറും കൈ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഈ പാറ വെട്ടി ഇത്രയും നീളമുള്ള തുരങ്കം നിർമ്മിച്ചതിന് അന്നത്തെ എഞ്ചിനീയറിംഗിന്റെ അത്ഭുതങ്ങളിൽ ഒന്നായിട്ടാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഈ തുരങ്കം 2 അറ്റങ്ങളിൽ നിന്നായി ഒരേ സമയം വെട്ടി തുടങ്ങി. ഒടുവിൽ 2 സംഘങ്ങളും നടുവിൽ കൃത്യമായി തമ്മിൽ കണ്ടുമുട്ടി. അത്ര കൃത്യത അന്നത്തെ കാലത്ത് എങ്ങനെ സാധിച്ചു എന്നത് ഇന്നും ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഞങ്ങൾ ആ തുരങ്കത്തിലൂടെ നടക്കുമ്പോൾ ചില ഭാഗങ്ങളിൽ വെള്ളം നമ്മുടെ അരയ്ക്കൊപ്പം വെള്ളം വരുമായിരുന്നു. ചില സ്ഥലങ്ങളിൽ നമുക്ക് മുട്ടോളം വെള്ളമുണ്ട്. അങ്ങനെ നല്ല താഴ്ചയിൽ വെള്ളം ഒഴുകുന്ന സ്ഥലങ്ങളും ഉണ്ട്. ചിലപ്പോൾ പേടിയാവും. കാരണം നമുക്ക് ഒരാൾക്ക് നടന്നു പോകാനുള്ള അത്ര മാത്രം ഒരു ഗ്യാപ്പേ ഉള്ളൂ. പിന്നെ വെട്ടമില്ല. നമ്മൾ മിക്കവരും തലയിൽ ഹെഡ്ലൈറ്റൊക്കെ കെട്ടി അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്.
അപ്പം വേറെ നമുക്ക് ഒരു മാർഗ്ഗമില്ല. എവിടെ നോക്കിയാലും ഒരേ രീതിയിൽ ഒരു വ്യത്യാസമില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരേ രീതിയിൽ മാറ്റമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ വീഡിയോ പിടിച്ചാൽ അതിനകത്തൊരു വ്യത്യാസം കാണാൻ പറ്റില്ല. കാരണം ഒരേ രീതിയിലാണുള്ളത്. ചില സ്ഥലത്ത് നമ്മുടെ തല നമുക്ക് കല്ലേ മുട്ടാൻ മാതിരി പൊക്കം കുറവുണ്ടായിരുന്നു. ചില സ്ഥലത്ത് നല്ല ഉയരത്തിലുണ്ട്. അങ്ങനത്തെ ഒരു അനുഭവം. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം ഈ വെള്ളത്തിലൂടെയുള്ളൊരു യാത്രയായിരുന്നു. വെള്ളത്തിൻ്റെ ഉള്ളിലൂടെ നടന്നതിന് ശേഷം ഞങ്ങൾ എത്തിയ അടുത്ത സ്ഥലം ഇതാണ്. ആദ്യം കണ്ടപ്പോൾ ഒരു സാധാരണ തുരങ്കം പോലെയാണ് തോന്നിയത്. പക്ഷെ പിന്നീട് മനസ്സിലായത് ഇത് ഏകദേശം 2000 വർഷം പഴക്കമുള്ള ഒരു പുരാതന വഴിയാണെന്നാണ്. ഇതിൻ്റെ പേര് പിൽഗ്രിമേജ് റോഡ് എന്നാണ്. പണ്ടുകാലത്ത് തീർത്ഥാടകർ സിലോവാം കുളത്തിൽ ശുദ്ധീകരണ സ്നാനം കഴിഞ്ഞ് ഈ വഴിയിലൂടെ നടന്നാണ് ജെറുസലേം ദേവാലയത്തിലേക്ക് പോയിരുന്നത്. ഇപ്പോൾ നമ്മൾ നടക്കുന്നത് ഭൂമിക്കടിയിലുള്ള ഈ പുരാതന വഴിയിലൂടെയാണ്. ചുറ്റും കാണുന്ന കല്ലുകളും ഈ നിർമ്മിതിയും എല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതിനുശേഷം വീണ്ടും പാർക്കിൻ്റെ പ്രധാന ഭാഗത്തേക്ക് തിരിച്ചെത്തി. അവിടെയാണ് ഞങ്ങൾ ഒരു അത്ഭുതകരമായ 3D ചരിത്രാവതരണം കണ്ടത്. സാധാരണ സിനിമയല്ലാതെ ചില സമയങ്ങളിൽ സംഭവങ്ങൾ നമ്മുടെ നേരെ വരുന്നത് പോലെയും കൈ നീട്ടിയാൽ തൊടാൻ കഴിയുമെന്നതുപോലെയും തോന്നും. അത്ര മനോഹരമായ അവതരണം. ആ സിനിമയിൽ ജെറുസലേമിൻ്റെ ചരിത്രവും ദാവീദ് രാജാവിൻ്റെ കാലവും ഈ നഗരത്തിൻ്റെ രൂപീകരണവും വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നു. ചരിത്രം വായിക്കുന്നത് പോലെയല്ല, നമ്മൾ ആ കാലഘട്ടത്തിനുള്ളിൽ തന്നെ നിൽക്കുന്നത് പോലുള്ള ഒരു അനുഭവമാണത്. സിറ്റി ഓഫ് ഡേവിഡിൽ പോകുന്നവർ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത അനുഭവങ്ങളിലൊന്നാണ് ഈ 3D അവതരണം. പുറത്തിറങ്ങിയപ്പോൾ മനസ്സിൽ ഒരേ ഒരു ചിന്തയായിരുന്നു. നമ്മൾ കണ്ടത് വെറും ഒരു തുരങ്കമല്ല, ആയിരക്കണക്കിന് വർഷങ്ങളായി നിലനിൽക്കുന്ന മനുഷ്യ ചരിത്രത്തിൻ്റെ ഒരു ജീവനുള്ള സാക്ഷ്യമാണ്. പുസ്തകങ്ങളിൽ വായിക്കുന്ന ചരിത്രം ഒരു അനുഭവമാണല്ലോ. എന്നാൽ ആ ചരിത്രം നടന്ന സ്ഥലത്ത് സ്വന്തം കാലുകൾ കൊണ്ട് നടക്കുന്നത് അതിലും വലിയ അനുഭവമാണ്. ജെറുസലേമിൽ എത്തുന്നവർക്ക് ചരിത്രവും ബൈബിളും ഇഷ്ടമാണെങ്കിൽ സിറ്റി ഓഫ് ഡേവിഡ് തീർച്ചയായും സന്ദർശിക്കണം. ഇവിടെ എത്തുമ്പോൾ ചരിത്രം വെറും വായിക്കുന്ന ഒന്നല്ല, നേരിട്ട് അനുഭവിക്കുന്ന ഒന്നായി മാറുന്നു. ഈ വീഡിയോയിലൂടെ ആ അനുഭവത്തിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും ഇസ്രായേലിലെ ചരിത്രപരവും ബൈബിളുമായി ബന്ധപ്പെട്ടതുമായ കൂടുതൽ സ്ഥലങ്ങൾ കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കണ്ടതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.